പിന്നെ നാലാമത്തെ പാഠം ഭയങ്കര ഈസി പാടാണ്. മാത്രമല്ല ഇതിനകത്തൊന്നും അധികം ക്വസ്റ്റ്യൻ ചോദിക്കല്. ഇത് ഫസ്റ്റ് തന്നെ എന്താണ് ഓട്ടോബയോഗ്രഫി എന്ന് വെച്ചാൽ നമ്മളെ തന്നെ കുറിച്ച് എഴുതുന്നത് റൈറ്റിംഗ് അബൌട്ട് അവർ സെൽഫ്, അതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് ഒരാൾ ക്വസ്റ്റ്യൻ എന്ന സംഭവം. പിന്നുള്ളത് അപ്പിയറൻസ്, അത് അധികം ചോദിക്കുന്നതാണ്. ഒരാൾ അപ്പിയറൻസ് ഒരാളെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഫ്രണ്ടിന്റെ അപ്പിയറൻസ് എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ എഴുതുന്നത് പിന്നുള്ളത് 91ാമത്തെ പേജ് ഉണ്ട്. അതിൽ ഏർലി ട്വിൻസ്, ബ്ലാക്ക് ഐസ്, എ സെൻസ് ഓഫ് ഹ്യൂമർ, ദ സെന്റർ ഓഫ് അറ്റൻഷൻ, അമ്യൂസിംഗ് സ്പോർട്സ് എന്നൊരു മറ്റുണ്ട്. അത് വൺ വേർഡിന് വേണമെങ്കിൽ ചോദിക്കാം. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. പിന്നെ 97 98 നോക്കാം. അതായത് അഡ്ജക്റ്റീവ്സ് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കും. ഒരു അഡ്ജക്റ്റീവ് വന്നിട്ട് ഈ അഡ്ജക്റ്റീവ് വെച്ചിട്ട് ഒരു വേർഡ് എഴുതാം. ഇപ്പോൾ ഉദാഹരണത്തിന് അഗ്രസീവിന്റെ അഡ്ജക്റ്റീവ് വന്നിട്ട് എന്തെങ്കിലും എഴുതാം. അത് അഗ്രസീവിന്റെ അടുത്ത് എന്തെങ്കിലും വേഗം ദേഷ്യം പിടിക്കുക അങ്ങനത്തെ ഒരു മീനിങ്, ഒരു നെഗറ്റീവ് മീനിങ്. ഇപ്പം ഇങ്ങനെ എഴുതാം, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇസ് സോ അഗ്രസീവ്, ദ പോലീസ് ആർ സോ അഗ്രസീവ്, അങ്ങനെ എഴുതി വെക്കാം. അതായത് ഒരു വേർഡ് വന്നിട്ട് അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഈ എല്ലാവരും മീനിങ് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. അതിപ്പോൾ നമുക്ക് പരിചയമുള്ള മീനിങ്സ് ആണ് തരട്ട്. ഉദാഹരണത്തിന് ടോക്കറ്റീവ്, മൈ ഫ്രണ്ട്സ് ആർ ഓൾ ആർ ടോക്കറ്റീവ്, മൈ ക്ലാസ്മേറ്റ് ആർ ഓൾവേസ് ടോക്കറ്റീവ്, അങ്ങനെ എഴുതി വെക്കാം. അതായത് മീനിങ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, അതിനെക്കുറിച്ച് എഴുതി വെക്കാം. അധികം ഈസിയാണ്. ഈ അഡ്ജക്റ്റീവ് വന്നിട്ട് ഭയങ്കര ഈസിയാണ്. പിന്നെ സർവേ ക്വസ്റ്റ്യൻ, ഇത് അധികം ചോദിക്കുന്നത്. സർവേ ക്വസ്റ്റ്യൻ ഇപ്പോൾ ടെക്സ്റ്റിലുള്ളത് സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട് സർവേ ക്വസ്റ്റ്യൻ അങ്ങനാട്ടില്ല. എൻവയോൺമെന്റിന് എന്തോ ഉണ്ട്, അതായത് എൻവയോൺമെന്റിൽ കച്ചറയിലിടുന്നത് അപ്പോൾ അതിനുള്ള സർവേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് എൻവയോൺമെന്റ് ആടുന്നത്, എന്താ അതിന്റെ സൊല്യൂഷൻ ആക്കേണ്ടത്, നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സാധാ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ അല്ല, ഇന്റർവ്യൂ അല്ല എന്നാലും അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുക തന്നെ. നമ്മൾ ആദ്യം എന്താക്കണം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ വൃത്തിക്ക് മനസ്സിലാക്കി വെക്കുക സർവേ ക്വസ്റ്റ്യനുകളാകുമ്പോൾ. എന്നിട്ട് മലയാളത്തിൽ മനസ്സിൽ പറഞ്ഞു കൊടുക്കാൻ അതുപോലെ ഇങ്ങനെ എഴുതി കൊടുക്കാം. നമുക്കിങ്ങനെ ചോദ്യം ചോദിക്കാൻ അറിയില്ലേ, അതുപോലെ ഇങ്ങനെ മനസ്സിൽ കണ്ടെത്തി ഇങ്ങനെ ചോദിച്ചാൽ മതി. പിന്നുള്ളത് ഇഫ് ഐ വേർ നോട്ട് മീ, ഞാനില്ലെങ്കിൽ പിന്നെ ആരാവരി, അത് കൊടുത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ടെക്സ്റ്റ് കൊടുത്തത് ഞാനില്ലെങ്കിൽ ഞാൻ മാങ്ങ വരാവും, അത് മാവാവും. കാരണം മാവ് സ്ട്രോങ് ആണ്, നല്ല മധുരമുള്ള മാങ്ങ തരുന്നുണ്ട്, നമുക്ക് തണല് തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ഇത് എഴുതി കൊടുക്കാം. പിന്നുള്ളത് മെമ്മോയർസ് എന്നാ പറയുക. മെമ്മോയർ അതായത് നമ്മൾ മെമ്മറി തന്നെ ഓർമ്മയെ കുറിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഓർമ്മയെ കുറിച്ച് എഴുതി വെക്കാം. ഇപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ സ്കൂളിൽ ഏറ്റവും ഗുഡ് എക്സ്പീരിയൻസ് ആയ മെമ്മറി എഴുതാം. നിങ്ങളുടെ മോസ്റ്റ് ഇൻസ്പയർ ആയ വ്യക്തി, നമുക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ എഴുതാം. നമ്മുടെ ഫാദറിന് എഴുതാം, മദർ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ എഴുതാം. ബട്ട് നമ്മുടെ നോട്ടിൽ കുറിച്ചത് മലാല യൂസഫ്സായിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ മലാല യൂസഫ്സായിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് മലാല യൂസഫ്സായിൻ്റെ ഞാൻ മലാല യൂസഫ്സായിനെ കുറിച്ച് അറിയുന്നത് ഇങ്ങനെ എഴുതാം. ഒരു മലാല യൂസഫ്സായിനെ കുറിച്ച് പോയിന്റ്സ് എഴുതി വെക്കാം. പിന്നുള്ളത് ഫിക്ഷണൽ ക്യാരക്ടർ, ഫിക്ഷ്യസ് ക്യാരക്ടർ, അതും നമുക്ക് ആരെഴുതാം. ഞാനൊരു റെക്കോർഡ് ചെയ്തിട്ട് മിസ്റ്റർ ബീൻ, പക്ഷേ അതിൻ്റെ മറ്റേ എഴുതി കൊടുക്കാം. ഇത്രയും പഠിക്കാനുള്ളൂ. ഇതാണ് കുറച്ച് മെയിൻ പോയിന്റ്. പിന്നെ ടെക്സ്റ്റ് നല്ലോണം വായിക്കണം കേട്ടോ. അധികം ഇങ്ങനത്തെ വൺ വേർഡിൽ നല്ലോണം വരും ടെക്സ്റ്റ് വായിച്ചിട്ട്. ഉള്ളിൽ നിന്ന് വൺ വേർഡ് വന്നാൽ വൺ വേർഡ് എല്ലാം അധികം ടെക്സ്റ്റിനാണ് വരട്ടെ.